ഗുഡ് മോർണിംഗ് വിഷ്ണു. നിഖിൽ, ഇന്ന് വിപണി നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് നിഫ്റ്റി 50-ൽ 55 പോയിൻ്റ് നേട്ടം കാണുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി ആകട്ടെ 375 പോയിൻ്റ് നേട്ടത്തിലുമാണ് ട്രേഡിംഗ് തുടരുന്നത്. ഈ മണിക്കൂറിലെ കൂടുതൽ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണ്? വിഷ്ണു, നിലവിലിപ്പോൾ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ വളരെ മികച്ച രീതിയിലുള്ള ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെ രേഖപ്പെടുന്നുണ്ട്. നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.25% നേട്ടമാണ് നിഫ്റ്റി 50യുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. 25,968 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി 50യിൽ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നു. അഡ്വാൻസ് ആൻഡ് ഡിക്ലയർ റേഷ്യോ നിലവിലിപ്പോൾ പരിശോധിക്കുമ്പോൾ 34 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ 16 ഓഹരികൾ മാത്രമാണ് ഒരു ഇടിവുണ്ടാകുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഇന്നൊരു ഓൾ ടൈം ഹൈ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റി ബാങ്ക് സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 58,968 എന്ന് പറഞ്ഞതാണ് നിഫ്റ്റി ബാങ്കിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ആയിട്ട് ഇന്നിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ഒരു സർവ്വകാല ഉയരത്തിലേക്കും നിഫ്റ്റി ബാങ്ക് എത്തുന്നു. ഏകദേശം 450 പോയിന്റുകൾക്ക് മുകളിലുള്ള ഒരു നേട്ടം നിഫ്റ്റി ബാങ്ക് ഇപ്പോൾ രേഖപ്പെടുന്നുണ്ട്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിലും ഒരു സ്റ്റെല്ലർ പെർഫോമൻസ് തന്നെയാണ് ഉണ്ടാകുന്നത്. നിലവിലിപ്പോൾ 11 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ഒരു ബാങ്കിങ് ഓഹരികൾക്ക് മാത്രമാണ് ഇടിവുണ്ടാകുന്നത്. ഇന്നത്തെ ഒരു പ്രീ മാർക്കറ്റ് മുതലുള്ള പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു നേട്ടം തന്നെയായിരുന്നു. പ്രീ മാർക്കറ്റിലും 12 ബാങ്കിങ് ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിലും ഒരു നേട്ടം തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിട്ട് ഉണ്ടായിരുന്നത്. കൂടാതെ നിഫ്റ്റി PSU ബാങ്കിങ് സൂചിക പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി PSU ബാങ്ക് സൂചികയ്ക്കും ഇന്നൊരു പുതിയ ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പുതിയൊരു ഓൾ ടൈം ഹൈ ആയിട്ട് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് 8,540 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി PSU ബാങ്കും നിലവിൽ ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് തുടർച്ചയുള്ള നിമിഷങ്ങളിൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നിഫ്റ്റി ബാങ്ക് ആയാലും PSU ബാങ്ക് സൂചികയിലും നമുക്ക് നിലവിലിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ നിലവിലിപ്പോൾ ഒരു മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഹീറോ മോട്ടോകോപ്പാണ്. ഹീറോ മോട്ടോകോപ്പിൻ്റെ ഓഹരി നിലവിലിപ്പോൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 3% മുകളിലുള്ള ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് ഹീറോ മോട്ടോകോപ്പിന് സാധിക്കുന്നു. ശ്രീറാം ഫിനാൻസ് പരിശോധിക്കുമ്പോൾ 1.25% മുകളിലുള്ള നേട്ടം. ബജാജ് ഓട്ടോയിലേക്ക് കടക്കുകയാണെങ്കിൽ 1.25% മുകളിലുള്ള നേട്ടം ഉണ്ടാകുമ്പോൾ കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഏകദേശം 1.25%, അപ്പോളോ ഹോസ്പിറ്റൽസിൻ്റെ ഓഹരികൾ 0.25% മുകളിലുമുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ രേഖപ്പെടുന്നുണ്ട്. ഇടിവിലേക്ക് വരികയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിന് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു ഇടിവുണ്ടാകുന്നു. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ പരിശോധിക്കുമ്പോൾ 4.25% ഇടിവുണ്ടാകുന്നു. ഇറ്റേണൽ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 0.5% മുകളിലുള്ള ഇടിവ്. സമാനമായിട്ടുള്ള ഒരു ഇടിവ് തന്നെയാണ് അൾട്രാടെക് സിമെൻറ്റ് നിലവിലിപ്പോൾ രേഖപ്പെടുന്നതായിട്ട് നമുക്കിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് സൂചികയിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു ടോപ്പ് പെർഫോമറായിട്ട് നിലവിലിപ്പോൾ നിഫ്റ്റി ബാങ്കിൽ നിലനിൽക്കുന്നത് നിലവിലിപ്പോൾ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഓഹരിയും കാനറ ബാങ്കുമാണ്. നിലവിൽ ഈ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ കാനറ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 2.5% മുകളിലുള്ള നേട്ടമുണ്ടാകുന്നു. AU സ്മോൾ ഫിനാൻസ് ബാങ്കിലേക്ക് വരികയാണെങ്കിലും സമാനമായിട്ടുള്ള ഒരു പെർഫോമൻസ്. IDFC ഫസ്റ്റ് ബാങ്ക് നോക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ 2.25% നേട്ടം. ബാങ്ക് ഓഫ് ബറോഡ, കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ 1.25% മുകളിലുള്ള ഒരു മികച്ച ഒരു നേട്ടം ഇപ്പോൾ കാഴ്ചവെക്കുന്നുണ്ട്. കൂടാതെ ആക്സിസ് ബാങ്ക് 0.25% മുകളിലുള്ള നേട്ടം നിലനിർത്തും. ഫെഡറൽ ബാങ്കിലേക്ക് വരികയാണെങ്കിലും ഏകദേശം 0.5%-ഓളമുള്ളൊരു നേട്ടം നിലനിർത്താൻ ഫെഡറൽ ബാങ്കിന് നിലവിലിപ്പോൾ സാധിക്കുന്നുണ്ട്. ഒരു സെക്ടോറിയൽ പെർഫോമൻസ് നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി IT-യുടെ ഏകദേശമുള്ള ഒരു 0.5%-ഓളമുള്ളൊരു ഇടിവ് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രധാനപ്പെട്ട സൂചികകളിലൊക്കെ തന്നെ ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് നിലവിലിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഒരു ഔട്ട് പെർഫോമറായിട്ട് നിഫ്റ്റി PSU ബാങ്ക് സൂചിക തന്നെയാണ് നിൽക്കുന്നത്. ഏകദേശം 1.25% ഒരു നേട്ടം നിഫ്റ്റി PSU ബാങ്കിങ് സൂചിക നിലനിർത്തുന്നു. നിഫ്റ്റി മീഡിയയിലേക്ക് വരികയാണെങ്കിൽ 0.25% മുകളിലുള്ള നേട്ടം. നിഫ്റ്റി ഫാർമ ഒരു ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു ടോൺ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നിഫ്റ്റി റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 0.5% മുകളിലുള്ളൊരു നേട്ടം നിഫ്റ്റി റിയൽറ്റിയും ഇപ്പോൾ പ്രകടമാക്കുന്നുണ്ട്. എനർജി FMCG പരിശോധിക്കുകയാണെങ്കിൽ 0.5%-നും മുകളിലുമുള്ളൊരു നേട്ടം നിലവിലിപ്പോൾ സൂചികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. നിഫ്റ്റി PSU ബാങ്കിങ് സൂചിക പരിശോധിക്കുകയാണെങ്കിലും പുതുതായിട്ടും ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു ഓൾ ടൈം ഹൈയും ബ്രേക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിഫ്റ്റി PSU ബാങ്കിങ് സൂചികയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഓഹരികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഹരികൾ ഏകദേശം 3.5% മുകളിലുള്ള നേട്ടം നിലനിർത്തുന്നു. യൂക്കോ ബാങ്കിലേക്ക് വരികയാണെങ്കിൽ 3.5%-ഓളം, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഓഹരികൾക്ക് 3% മുകളിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കുമ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യ ഏകദേശം 2.25%-ഓളമുള്ളൊരു നേട്ടം. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇന്ത്യ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ ബാങ്ക് തുടങ്ങിയ ഓഹരികളൊക്കെ തന്നെ 1.25%-ന് മുകളിലുമുള്ള വളരെ മികച്ച ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് നിലവിലിപ്പോൾ PSU ബാങ്കിങ് സൂചികയിലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.
അടുത്തതായിട്ട് ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടിലേക്ക് കൂടി നിലവിലിപ്പോൾ കടക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ളത് ബാങ്ക് ഓഫ് അമേരിക്കയുടെ നിലവിലിപ്പോൾ 2026 രണ്ടാം പാദത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഓവർവ്യൂ ആണ്. അതായത് നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ 2026 സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിലെ ഏർണിംഗ് സീസൺ ഇപ്പോൾ ഒഫീഷ്യലി അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു സീസണിലെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ അതായത് ഏർണിങ്സുകളൊക്കെ തന്നെ ബീറ്റ് ചെയ്തുകൊണ്ടുള്ള എക്സ്പെക്ടേഷൻ മറികടന്നുകൊണ്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് പറയുന്ന സെക്ടറുകളായിട്ട് നിലവിലിപ്പോൾ ഫൈനാൻഷ്യൽ, ഹെൽത്ത് കെയർ, മെറ്റൽ സൂചികളെയാണ് നിലവിലിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതിൽ തന്നെ നിഫ്റ്റി 50 ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ ഈ ഒരു രണ്ടാം പാദത്തിൽ പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 7.1% ഒരു വളർച്ചയിലെത്താൻ വേണ്ടിയിട്ട് ഓഹരികൾക്ക് സാധിക്കുന്നുണ്ട്. അതിൽ തന്നെ ഫൈനാൻഷ്യൽ സർവീസസും എനർജി മാറ്റി നിർത്തിക്കുകയാണെങ്കിലുള്ള ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് 5.9% വരെ മാത്രമായിരിക്കും. അവിടെ തന്നെയാണ് നിലവിലിപ്പോൾ ഫൈനാൻഷ്യൽ സർവീസസും എനർജിയും എത്ര മികച്ച ഒരു പെർഫോമൻസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഒരു മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് സൂചികയായാലും PSE ബാങ്ക് സൂചികയായാലും എല്ലാ പ്രതീക്ഷകളെയും മറികടന്നുകൊണ്ട് മുൻപോട്ട് പോകുന്നു. NSE 200 പരിശോധിക്കുമ്പോൾ ഇയർ ഓൺ ഇയറിൽ ഏകദേശം 8.3% വർധനം, അതായത് എക്സ്പെക്ടേഷനുകളെ 3% ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു നോട്ടിൽ നിലവിലിപ്പോൾ NSE 200 കമ്പനികൾ പരിശോധിക്കുമ്പോഴും ഇപ്പോൾ മറികടന്നിരിക്കുന്നു. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഏർണിങ്സ് കട്ടൊക്കെ തന്നെ ഒരു മോഡറേറ്റ് ആയിട്ട് മാത്രമേ ഉണ്ടാകൂ എന്നൊരു കാര്യമാണ് ബാങ്ക് ഓഫ് അമേരിക്ക പങ്കുവയ്ക്കുന്നത്. റേറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഓഹരികൾ അല്ലെങ്കിൽ സെക്ടറുകളിലൊക്കെ തന്നെ ഒരു ഓവർ വെയ്റ്റ് റേറ്റിംഗ് അവരിപ്പോൾ നൽകിയിരിക്കുന്നത്. അതിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ CPI, WPI ഇൻഫ്ലേഷൻ കണക്കുകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് പ്രതീക്ഷകൾക്കൊക്കെ താഴെ അല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ സഹനപരിധിക്ക് താഴെയുള്ള ഒരു നിരക്കിലാണ് ഈ ഒരു നിരക്കുകളൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുമുള്ള ഒരു റേറ്റ് കട്ടിനുള്ള ഒരു സാധ്യതകൾ വർദ്ധിച്ചു എന്നുള്ളത് ഈ രീതിയിലുള്ള കമ്പനികൾക്കൊക്കെ തന്നെ പോസിറ്റീവ് ആകും എന്നൊരു വ്യൂ പോയിന്റ് കൂടിയാണ് നിലയിൽ ഇപ്പോൾ ബാങ്ക് ഓഫ് അമേരിക്ക പങ്കുവച്ചിരിക്കുന്നത്. തിരിച്ച് വിപണിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോണും നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 0.25% ഒരു നേട്ടവും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. വിഷ്ണു.